once again welcome back to our channel. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഒരു പുതിയ ക്ലാസ്സിലേക്ക് കടന്നപ്പോൾ ഒരുപാട് തിക്കും തിരക്കൊക്കെ ആയിപ്പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടുപോയതാണ്. പിന്നീട് ഇപ്പോഴാണ് ഞാൻ ഒന്ന് പൊങ്ങുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ് പരിപാടിയും പിന്നീട് നമുക്ക് വേണ്ട പ്ലാനിങ് പിന്നീട് കുറച്ച് പഠിക്കുന്നതൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പുതിയ ഓർഗനൈസറിലേക്ക് ഈ സംഭവം എല്ലാം കൂടി ഇങ്ങോട്ട് മാറ്റുന്നതായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഞാനതിങ്ങനെ വൃത്തിയാക്കാനായിട്ട് പോയപ്പോഴാണ് ഈ സംഭവം എൻ്റെ കണ്ണിൽ പെട്ടത്. ഞാൻ പെട്ടെന്ന് ഇങ്ങ് എടുത്തുകൊണ്ട് പോന്നു. നമുക്കിതൊന്ന് അപ്പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ അനിയന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്ന സംഭവം എൻ്റെ അനിയന് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ നല്ലപോലെ തന്നെ സ്പേസ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായി. കാര്യം ഞാൻ ആദ്യം വെച്ചിരുന്നതിനകത്ത് ലിമിറ്റഡ് സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം എൻ്റെ സംഭവങ്ങളൊക്കെ എനിക്ക് വെക്കാൻ പറ്റുമായിരുന്നു. കൂടുതൽ നമുക്ക് സംഭവങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അതേ ഉള്ളതെന്നാണ് പ്രശ്നം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇതധികം സ്പേസ് എക്സ്ട്രാ ബാക്കി കിടക്കുകയാണ്. നമ്മളെല്ലാം ഇങ്ങനെ കൺജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് തോന്നി. ഇവിടെ നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ വരുന്ന എല്ലാ സ്കെച്ച് പെൻസും ബ്രഷ് പെൻസ് ഇതെല്ലാം എടുത്തിട്ട് ഇതിനകത്ത് വെച്ചു കേട്ടോ. ബ്രഷ് പെൻസ് കളർ പെൻസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചു. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ബോക്സിലിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ എടുത്ത് വെക്കില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സ്പേസ് ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഇതെല്ലാം എടുത്തിട്ട് വെച്ചു കേട്ടോ. അതൊന്നും ഞാൻ ബ്രഷ് പെൻസൊക്കെ നേരെ ഇരുത്താൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അതങ്ങനെ തന്നെ ഇങ്ങ് വെച്ചു കേട്ടോ. കാര്യം അവിടെ വേറെ ഒന്നും വെക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഒന്നും ഇല്ല ഇനിയും വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ ഹൈലൈറ്റേഴ്സും കാലൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന വേസ്റ്റൊക്കെ കൊണ്ട് നമ്മുടെ സ്വന്തം ഡസ്റ്റ്ബിൻ പോലത്തുള്ള സംഭവത്തിൽ ഇട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ വിചാരിച്ച പോലെ വന്നില്ല, സാരമില്ല. അപ്പോൾ ഈ ഖദീജ എന്നുള്ള ഈ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫ്രണ്ട് എനിക്ക് വായിക്കാൻ വേണ്ടി തന്നെയാണേ. ഈ ജേർണലിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിലാക്സിങ് ആ സംഭവമൊക്കെ ഇല്ലേ, ഇത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി കേട്ടോ. ഇത് ഞാൻ ഇന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത് ചെയ്യാൻ കിട്ടിയ മനസ്സും ഇത് ചെയ്തപ്പോൾ കിട്ടിയ റിലാക്സേഷനിലും ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡാണ്. എന്തായാലും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചിലപ്പോൾ റിലാക്സേഷൻ വല്ലതും കിട്ടിയാലും. അതിന് തന്നെ സ്റ്റഡി പ്ലാനൊക്കെ എഴുതി ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫോർ എ വീക്ക് എന്നും കൂടി ജസ്റ്റ് താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റഡി പ്ലാനറാണ്. ഒരാഴ്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം, അത്രേ ഉള്ളൂ. അത് തന്നെ ടു ഡു ലിസ്റ്റ് എന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത്ര രീതിയിൽ സ്പേസ് അവിടെ കൊടുത്തിട്ട് താഴെ വീക്കിലി വ്യൂവും കൂടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ വീക്കിലി വ്യൂവിൽ നമുക്ക് നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ പറ്റും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നുള്ള രീതിയിൽ ബോക്സ് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഫുള്ള് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതാം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഉദ്ദേശം. സോ അതെല്ലാവർക്കും ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്കേഴ്സൊക്കെ അവിടെ ഒക്കെ ഒട്ടിച്ചു കൊടുത്തു. മറ്റേതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് എങ്ങനെയാണ് തോന്നി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പ്ലാനറിൽ ഞാൻ ചെയ്തത്. പ്ലാനർ അടച്ചു വെച്ചു. ഇനി നമുക്ക് പഠിക്കാൻ പോവാം. ആദ്യം തന്നെ പഠിക്കുന്ന ബോട്ടണിയാണേ. നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നോട്ട് കംപ്ലീറ്റ് ചെയ്താലോ എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം എക്സാമും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്താൽ ശരിയാവില്ല. അപ്പുറത്തെ ടാബുണ്ട്. ആ ടാബ് നോക്കി നോട്ട് നോക്കി അങ്ങ് പഠിക്കുക. എഴുതാനുള്ള സമയമില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ബോട്ടണി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ആവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ള പ്ലാനർ ഐഡിയ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.